നമസ്കാരം. വ്യത്യസ്തമായ കഥകളിലൂടെയും ആഖ്യാന ശൈലിയിലൂടെയും മലയാള സാഹിത്യത്തിൽ ഇടം നേടിയ ശ്രീ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂരിനൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. പൊന്ത, മഞ്ഞയിൽ കറുത്ത വരകൾ എന്നീ ചെറുകഥാ സമാഹാരങ്ങളിലൂടെ മനുഷ്യരെ വളരെയധികം പുതിയൊരു തലത്തിലാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തിനെക്കുറിച്ചും എഴുത്തുകളെക്കുറിച്ചും കൂടുതൽ വിശേഷം നമുക്കറിയാം. പൊന്തയിലൂടെയാണ് മലയാള സാഹിത്യത്തിലേക്കുള്ള കടന്നുവരവ്. അപ്പോൾ ഇതോടുകൂടി പൊന്തയുടെ 5 പതിപ്പുകളാണ് ഇറങ്ങിയിട്ടുള്ളത്. പൊന്തയുടെ അവതാരികയിൽ എസ് ഹരീഷ്, അതായത് സാറിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തും കഥാകൃത്തുമായ ഹരീഷ് സാർ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ എന്നുള്ളത്. അതേപോലെ തന്നെ ഇന്നൊന്നുമല്ല, ഇപ്പോഴൊന്നുമല്ല, ഇതിനു മുമ്പേ തന്നെ എഴുതി തുടങ്ങിയിട്ടുണ്ട് സാർ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എഴുത്തിലേക്കുള്ള ഒരു വരവും ഈ കഥകളിലേക്കുള്ള എഴുത്തിലേക്കുള്ള വരവും അതേപോലെ തന്നെ കഥകൾ എഴുതി തുടങ്ങിയതും പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയതൊക്കെ എങ്ങനെയാണ്, എപ്പോഴാണ്? ഹരീഷ് പറഞ്ഞതിനെ പറ്റി ആദ്യം പറയാം. ഹരീഷ് ജീവിതത്തിലും എഴുത്തിലും നർമ്മം സൂക്ഷിക്കുന്ന ഒരാളാണ്. വെടിവട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും ഏറ്റവും കൂടുതൽ നർമ്മം വിളമ്പുകയും കൂട്ടുകാരെ എല്ലാം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എഴുത്തിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ പുള്ളി അവതാരിക എഴുതിയപ്പം പറഞ്ഞു എന്ന് കൂട്ടിയാൽ മതി. ഞങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമല്ല, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. അതിനപ്പുറം ഞങ്ങൾ കസിൻസാണ്, സഹോദരിമാരുടെ മക്കളാണ്. ഞാൻ 1 വയസ്സിന് മൂത്താണ്, ചേട്ടനായിട്ട് വരും. പക്ഷെ അതിൻ്റെ ബഹുമാനമൊന്നുമില്ല, 1 വയസ്സല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് കാണുമ്പോഴും എല്ലാം എഴുത്തിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും അങ്ങനെ വർത്തമാനം പറഞ്ഞു പോവുക. അതിനിടയ്ക്ക് ഞാൻ പതുക്കെ എഴുതി തുടങ്ങിയത് കൊണ്ടായിരിക്കും അവൻ ആദ്യത്തെ കഥ എഴുത്തുകാരൻ പരിചയമുള്ളതെന്ന് പറഞ്ഞത്. അത് ഇച്ചിരി അതിശയോക്തിയെ കൂട്ടി പറയുക എന്നുള്ളത് പുള്ളിയുടെ ഒരു സ്റ്റൈലാണല്ലോ. എഴുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എഴുത്തിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പതുക്കെ അതിൻ്റെ രോഗലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് ഒരു 90കളിലൊക്കെയാണ്. അക്കാലത്ത് ചെറിയ ചെറിയ പ്രസിദ്ധീകരണങ്ങളിൽ, ജനകീയ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കുറച്ച് കഥകൾ വന്നിട്ടുണ്ട്. പിന്നീട് കാത്തിരുന്ന് മോഹിച്ച് മാതൃഭൂമിക്ക് കലാകൗമുദി, അന്നത്തെ കുങ്കുമം, അങ്ങനെ കുറച്ച് കഥകൾ, കവിതകൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്തിന് നോവലറ്റുകൾ വരെ ഞാൻ ചില പ്രസിദ്ധീകരണങ്ങളിൽ അക്കാലത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. എല്ലാം ഒന്നും അങ്ങനെ പിൽക്കാലത്ത് ആൾക്കാരെ കാണിക്കാൻ കൊള്ളാവുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലതൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പിന്നെ ജീവിതത്തിൽ ഒരു ഇടവേളയും വന്നു. ഒരു 10-15 വർഷം അക്ഷരങ്ങൾ എഴുതിയേയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കഥകളും കവിതകളും എഴുതിയില്ല. പക്ഷേ എനിക്ക് എഴുത്തിൻ്റെ വേറൊരു ലോകം ഉണ്ടായിരുന്നു. ജോലിയുടെ ഭാഗമായിട്ട് ബാലസാഹിത്യ രംഗത്തേക്ക് വന്നു. ആ രംഗത്ത് എനിക്ക് 10 പുസ്തകങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ബാലസാഹിത്യകാരൻ എന്ന നിലയിൽ മാത്രം നിന്നു ആ കാലത്ത്. അത് തൊഴിലിൻ്റെ ഭാഗമായിട്ട് എഴുതിയെന്നേ പറയാൻ പറ്റുള്ളൂ. കഥയും കവിതയും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ആ കാലം വന്നത്. ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, അതായത് ഇടയ്ക്ക് വെച്ചിട്ടൊരു ഇടവേള വന്നു എന്നുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ ഹരീഷ് സാർ എഴുതിയിട്ടുണ്ട്, ഈ ഇടവേളയുടെ സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് രാജധാനി ബാറിൽ പോകുന്നതും. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടവും തിരിച്ച് കഥയിലേക്കും എഴുത്തിലേക്കും ഉള്ള ഒരു വരവ്? അത് ഞാൻ ജീവിതത്തിലൊരു ടീനേജെല്ലാം കൗമാരം എല്ലാം കഴിഞ്ഞ് യൗവനത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കോട്ടയത്ത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. സാധാരണ അധികം നാട്ടിലില്ലാത്തൊരു തൊഴിൽ മേഖലയായിരുന്നു ഞാൻ ചെയ്ത ജോലി. ഒരു ഫീച്ചർ സിൻഡിക്കേഷനിൽ എഡിറ്റർ എന്നൊക്കെ പറയാം. അന്നത്തെ തുച്ഛമായ വരുമാനത്തിൽ ഞാൻ ജോലി തുടങ്ങുമ്പം ഒരു പേജിന് 5 രൂപ റേറ്റിൽ ആണ് ജോലി തുടങ്ങുന്നത്. ഒരു പേജ് സ്ക്രിപ്റ്റ് എഴുതിയാൽ, ചിത്രകഥയ്ക്കുള്ള സ്ക്രിപ്റ്റ്. പിന്നീട് അത് കുറച്ചുകൂടെ ഒരു മന്ത്ലി ശമ്പളം പോലെയൊക്കെ ആയി. വളരെ 10,000 രൂപ എന്നൊക്കെ പറയുന്ന, 10,000 അല്ല 1000 രൂപ എന്നൊക്കെ രീതിയിൽ ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരു കാലം. അക്കാലത്തെ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം വെച്ച് ഞാൻ ധനികനും ഹരീഷ് ജോലിയൊക്കെ അന്വേഷിക്കുകയും അവൻ്റെ ജീവിത പ്രാരബ്ധങ്ങളുമായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ വേണം പറയാം. ധനികനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല കാര്യമായിട്ട്. ഞങ്ങൾ തമ്മിൽ കാണും. അപ്പം ഹരീഷ് മാതൃഭൂമി കഥാപുരസ്കാരമൊക്കെ കിട്ടിയ വ്യക്തിയാണല്ലോ. പിൽക്കാലത്ത് എഴുത്തിൽ ഈ പറഞ്ഞ പോലെ നീണ്ട ഇടവേളയൊക്കെ ആയിട്ട് ഇരിക്കാം. എഴുത്തിൽ മുമ്പോട്ട് പോകാൻ എന്തുകൊണ്ടൊക്കെയോ ഹരീഷിനും പറ്റിയില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ കാണും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഹരീഷ് ഒരു അവതാരികൾ എഴുതിയിട്ടുണ്ട്. ഞാനവിടെ ചിത്രകഥയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മണിക്കൂറുകളോളം വന്ന് ഹരീഷ് അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരുമിച്ചിറങ്ങുന്നു,
ഞങ്ങൾ എഴുത്തിനെ പറ്റിയും ഒരു പക്ഷേ ഒരിക്കലും എഴുതാൻ സാധിക്കാതെ പോകുന്ന ഒരു കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാളിനെ പറ്റിയോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ എങ്ങോട്ടൊന്നുമില്ലാതെ നടന്ന് പോയിട്ട് ചെന്നെത്തുന്നത് ഹരീഷ് പറഞ്ഞ ആ ഒരു രഹസ്യ സങ്കേതത്തിലായിരിക്കും. അങ്ങനെ ഒരു രഹസ്യ കാലഘട്ടം ഉണ്ടായിരുന്നു പറയാം. അതിനെപ്പറ്റിയാണ്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മറക്കാൻ പറ്റുന്നതല്ല. അതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഹരീഷ് അവതാരികയ്ക്കുള്ള അവകാശം അവനാന്ന് പറഞ്ഞത്. ബാലസാഹിത്യ മേഖലയിലാണ് വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? എന്തെങ്കിലും രസകരമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ? അത് എഴുത്തിൻ്റെ ചില അസ്കിതയൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്നതുകൊണ്ട് മാത്രം വന്നു കയറിയ ഒരു മേഖലയാണ്. ബാലസാഹിത്യ രംഗത്തേക്ക് വരണമെന്നോ അവിടെ തൊഴിലെടുക്കണമെന്നോ ഒന്നും വിചാരിച്ചിരുന്നല്ല. യാദൃച്ഛികമായിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം വാരണാസിയിൽ നിന്ന് വന്ന് കോട്ടയത്ത് സെറ്റിൽ ചെയ്ത് ഒരു ഫീച്ചർ സിൻഡിക്കേഷൻ നടത്തുന്ന മനുഷ്യനായിരുന്നു. മലയാളിയായ ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫീച്ചർ സിൻഡിക്കേഷൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ, അതായത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പറയാവുന്ന രീതിയിൽ എല്ലാ സ്റ്റേറ്റിലുമുള്ള വിവിധ ഭാഷകളിലുള്ള ബാലപ്രസിദ്ധീകരണങ്ങളിൽ കോമിക്സ് സപ്ലൈ ചെയ്യുന്ന ഒരു സിൻഡിക്കേഷൻ. പിന്നെ ഗാന്ധീവ് പോലെയുള്ള ഹിന്ദി പത്രങ്ങളിൽ, കാശ്മീർ ടൈംസിൻ്റെ സ്പ്രിംഗർ പോലുള്ള പുള്ളൗട്ടുകളിൽ ഇതിലൊക്കെ ഈ കോമിക്സുകൾ സ്ട്രിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇദ്ദേഹത്തിന് മലയാളം എഴുതാൻ അറിയത്തില്ല. വളരെ അരിഷ്ടിച്ച് കുറച്ച് മലയാളമൊക്കെ പറയും, അത്രേ ഉള്ളൂ. അപ്പം ഇച്ചിരി മലയാളമൊക്കെ എഴുതുന്ന ഒരാളെന്ന നിലയിൽ പുള്ളിക്ക് ഒരാളെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നത്. അങ്ങനെ അവിടെ വളരെ ചെറിയ വരുമാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കാലമായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് കയറുമ്പോൾ എനിക്ക് കോമിക്സിനെ പറ്റിയൊന്നും ധാരണയില്ല. ശരിക്കും എൻ്റെ കോമിക്സിൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം. പക്ഷേ ഭാഷയെ പറ്റി എനിക്ക് ഒരു ധാരണയുണ്ട്. പക്ഷേ അന്ന് കുറച്ച് തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. കോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MTയുടെ കഥാപാത്രങ്ങൾ പറയുന്ന പോലെ നല്ല ഡയലോഗ് പറയണം എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലമാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഏത് ചിത്രകഥയാണെങ്കിലും ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് പറയുന്ന സംഭാഷണം എഴുതണം എന്നൊക്കെ പഠിച്ചത് പിന്നീടാണ്. ഞാൻ ആ കാലത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് അവിടെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത് ചിലപ്പം ചില ചിത്രകാരന്മാരായിരുന്നു. ഇതുമായിട്ട് വലിയ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഒരു കഥയെ എങ്ങനെയും ചിത്രകഥയാക്കണം എന്ന് വിചാരിച്ച് എഴുതിയിരുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പഴയ ഫയലുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്കും പൊട്ടിച്ചിരിപ്പിക്കുന്ന ചില തമാശകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നീട് മാറ്റി. അതിലൊന്ന്, ധർമ്മദേവൻ യുദ്ധം ചെയ്യാൻ പോയി, ഇന്ദ്രനുമായിട്ടുള്ള മഹായുദ്ധം നടത്തുക. അവിടെ ചെന്ന് വെല്ലുവിളിക്കുകയാണ് ധർമ്മദേവൻ. കയ്യിലിങ്ങനെ ധർമ്മദണ്ഡ് ഉയർത്തിപ്പിടിച്ച് മറ്റേ കയ്യിൽ കാലവാശമൊക്കെ പിടിച്ച് വളരെ ഗംഭീരമായിട്ട് ആർട്ടിസ്റ്റ് വരച്ചു വെച്ചിരിക്കുക. ഡയലോഗ് അതാണ് എന്നെ ചിരിപ്പിച്ചത്. കയ്യിൽ കാലവാശം ഉയർത്തിയിട്ട് ധർമ്മദേവൻ പറയുക, ധർമ്മദണ്ഡ് കൊണ്ടൊരു കൊട്ട്, കാലവാശം കൊണ്ടൊരു വീശ്, ക്ലോസ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ചിത്രകാരൻ ഇതുപോലൊരു പുരാണ ചിത്രകഥയിൽ വരച്ചു വെച്ചിരിക്കുന്നു, യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വിജയിച്ചേ എന്ന് പറഞ്ഞു ഒക്കെ കാണിച്ച്. ഇതുപോലെ എഴുത്തിനും വരയിലുമുള്ള ചില ഹ്യൂമറുകൾ നമുക്ക് കാണാനും അത് തെറ്റാണ് തിരുത്തേണ്ടതാണെന്നും സ്വയം പഠിക്കാനും എല്ലാം ഉള്ള ഇടവേളകളുണ്ട്. അതുപോലെ പുരാണത്തെ ഹ്യൂമറൈസ് ചെയ്യുന്ന, അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പല സന്ദർഭങ്ങൾ, ഇതൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കോമിക്സിൻ്റെ ഒരു ലോകത്തെ ഞാൻ പരിചയപ്പെട്ടതും പഠിച്ചതും സ്വയം തിരുത്തിയതും എല്ലാം അതിൽ നിന്നാണ്. പിൽക്കാലത്ത് എനിക്കൊരു ഏറ്റവും കുറഞ്ഞൊരു 5000 കോമിക്സിനെങ്കിലും സ്ക്രിപ്റ്റ് ഇതുവരെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളുമായിട്ടല്ലാതെ, ഈ കോമിക്സുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ കഥകൾ, നോവലുകളൊക്കെ എഴുതുന്ന ശരിക്കും ഒരു ഉപജീവന മാർഗം എന്നേ പറയാൻ പറ്റുള്ളൂ. മലയാളത്തിലെ മികച്ച ഒരു ബാലസാഹിത്യ കൃതി എന്നൊന്നും ഒരിക്കലും എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. കുട്ടികൾക്ക് രസിക്കുന്ന ചിലത് അങ്ങനെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ 10 പുസ്തകങ്ങളോളം ഇറക്കിയിട്ടുണ്ട്. അതിൽ സ്പീസീസ് ഇറക്കിയിട്ടുള്ള ഒരു ബുക്ക്, മുട്ടാളവർമ്മൻ്റെ മീശ എന്നാണ് ആ നോവലിൻ്റെ പേര്. അതിനകത്ത് 2 ലഘു നോവലുകളാണ്. മാതൃഭൂമി ഇന്ദ്രഗിരിയിലെ പോരാളി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചരിത്രകഥയെ അടിസ്ഥാനമാക്കി ഞാൻ ബാലഭൂമിയിൽ എഴുതിയ ഒരു നോവൽ
പിന്നീട് പുസ്തകമാക്കുകയുണ്ടായി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 2-3 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ചില പ്രസാധകശാലകൾ, അങ്ങനെ എല്ലാം കൂടി ഏതാണ്ട് 10ഓളം ബാലസാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം പലപ്പോഴും എനിക്ക് എന്നോടും മറ്റുള്ളവരോടും ഉള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ മികച്ച ബാലസാഹിത്യം ഉണ്ടോ എന്നുള്ള സംശയം. എന്നാൽ തീർത്തും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ എന്നെപ്പോലെ ഉള്ളവർ ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുള്ളത് കൊമേഴ്സ്യലൈസ് ചെയ്തിട്ടുള്ള ബാലസാഹിത്യ കൃതികളാണ്. കുട്ടികളെ രസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചിന്ത മാത്രമാണ് പലപ്പോഴും എഴുത്തിനുള്ളത്. അത് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണെന്ന് എഴുത്തുകാർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും സൂക്ഷ്മമായിട്ട് എഴുതേണ്ടതാണ്. അങ്ങനെ ഒരു മഹത്തായ കൃതി മലയാളത്തിൽ ഉണ്ടാകുന്നില്ല. ലോക ക്ലാസിക്കിൽ മലയാളത്തിനൊരു ബാലസാഹിത്യ കൃതി ഉണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ ഞാനത് ഗ്രന്ഥാലോകത്തിൽ അതിനെപ്പറ്റി ഒരു ലേഖനം എഴുതിയപ്പം എൻ്റെ സുഹൃത്തുക്കളായ ചില ബാലസാഹിത്യകാരന്മാർ എന്നെ വാട്സപ്പ് അയച്ച് ചീത്ത വിളിക്കുകയും പരാതി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഒരു സത്യമാണത്. മലയാളത്തിൽ ഒരു ലോക ക്ലാസിക്കിലേക്ക് പോകുമ്പോൾ മറ്റ് മേഖലകളിലുള്ള അത്രയും ഗംഭീരമായ ഒരു ശ്രമം ബാലസാഹിത്യത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഒരു ചോദ്യമായിരുന്നു അത്. അതായത് മലയാള ബാലസാഹിത്യത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഏതാണ് എളുപ്പം എന്നുള്ള രീതിയിൽ. അതായത് ബാലസാഹിത്യം എഴുതുന്നതാണോ അതോ ഇന്നെഴുതുന്ന പോലെ ചെറുകഥകൾ എഴുതുന്നതാണോ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്? ഏറ്റവും നല്ല ബാലസാഹിത്യ കൃതി എഴുതണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടിയല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ല കൃതിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ചിന്ത പൊതുവേ എഴുത്തുകാർക്ക് വരുന്നുണ്ട്. കുട്ടികളോട് പറയാൻ സിമ്പിളായിട്ട് ലളിതമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഏത് കാര്യവും ഒരു ചെറിയ സെൻറ്റൻസിൽ കുറച്ച് റിഥമിക്കായിട്ട് പറഞ്ഞാൽ അത് ബാലസാഹിത്യമാകുമെന്ന് ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഇടം കൈ കൊണ്ട് ഏറ്റവും നിസ്സാരമായി കുറഞ്ഞ സമയം കൊണ്ട് എഴുതാം. ചില എഴുത്തുകാർ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു ബാലനോവൽ തീർത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് രസമുള്ളതായിരിക്കും, നന്നായിട്ട് വിറ്റഴിയപ്പെടുമായിരിക്കും, കുട്ടികൾ ആസ്വദിക്കുന്നുണ്ടാകും, അതൊക്കെ ശരിയാണ്. പക്ഷേ ജീവിതത്തിൽ മുഴക്കം സൃഷ്ടിക്കുന്ന, അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഒപ്പം വളരുന്ന ഒരു കഥ. ഇപ്പം ഗളിവറിൻ്റെ കഥ നമ്മൾ ചെറുപ്പത്തിൽ വായിക്കുമ്പോൾ അതൊരു ഫാൻറ്റസി കഥയാണ്, മറ്റൊന്നും ചിന്തിക്കാനില്ല. ഒരു ചെറിയ ശരീരം വലിപ്പം കുറഞ്ഞ അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരാൾ ഭീമാകാരന്മാരായ വ്യക്തികളെ ഒക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന തിരിച്ചുള്ള ഫാൻറ്റസിയുടെ കഥ. അതിനപ്പുറം ഒന്നും അത് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ കുട്ടി വളരുമ്പോൾ മനസ്സിലാകും കഥ അതല്ല, കുറച്ചുകൂടി അത് പൊളിറ്റിക്കൽ മാനമുള്ള കഥയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ശൈശവാവസ്ഥയിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും എന്നൊക്കെ പറയുന്നത് പോലെ ഒപ്പം വളരുന്ന കഥകൾ. അതുവരെ അവൻ ആർജിച്ച അവൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് വീണ്ടും ആ പുസ്തകത്തെ വായിക്കുമ്പം ഇന്നലെ ഞാൻ വായിച്ച കഥയല്ലല്ലോ ഇതെന്ന് തോന്നുന്നൊരു കഥ. ശരിക്കും നല്ലൊരു ബാലസാഹിത്യ കൃതി അതുപോലെയാണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു കൃതി മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അത് എഴുതാൻ പ്രതിഭയില്ലാത്തവരല്ല ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ ഗംഭീരമായി എഴുതാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ ഇതിനെ കാണുന്നത് അത്ര നിസ്സാരവൽക്കരിച്ചാണ്. അതിലൊരു മാറ്റം വന്നാൽ മലയാളത്തിൽ ഗംഭീരമായ കൃതികൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം കുഞ്ഞു മനസ്സിനെ രസിപ്പിക്കുന്ന കാര്യം പാടാണെന്ന് പറഞ്ഞു. പൊന്ത എന്ന ചെറുകഥാ സമാഹാരത്തിൽ ഒളിച്ചിരിക്കുന്ന വീട് പേടിപ്പിക്കുന്ന ഒരു കഥയാണ്. എനിക്ക് തോന്നുന്നു രസിപ്പിക്കുന്നേക്കാൾ കുറച്ചും കൂടിയും ചാലഞ്ചിങ് ആണ് ഒരാളെ ഭയപ്പെടുത്തുക എന്നുള്ളത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചോദ്യം കുട്ടികളുടെ എഴുത്തിനെ പറ്റിയായിരുന്നു? ഇല്ല, ഇപ്പൊ ഞാൻ പൊന്തനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒളിച്ചിരിക്കുന്ന പേടി ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ബാലകൃതി ഈ കുട്ടികളെ രസിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പം അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. കാരണം കുട്ടികൾ ഒരിക്കലും എഴുത്തുകാരെ നോക്കാറില്ല. അതിപ്പം മലയാളത്തിലെ ഏത് വലിയ MT വാസുദേവൻ നായരാണോ, CP പള്ളിപ്പുറമാണോ, ഈ പറയുന്ന ഉണ്ണികൃഷ്ണനാണോ, ഇതൊന്നും കുട്ടികൾക്ക് ബാധകമല്ല. കുട്ടികൾക്ക് കഥയാണ്. അവർ ഏറ്റവും സത്യസന്ധരായ വായനക്കാർ കുട്ടികളാണ്. ഒരു പ്രശസ്തി അവർക്ക് ബാധകമല്ല. കഥ നല്ലതല്ലെങ്കിൽ അവർ മാറ്റിയിടും. അവർക്ക് രസിക്കാൻ പറ്റില്ല, അവർ ഉപേക്ഷിച്ച് കളയും. മുതിർന്നവർക്ക് വ്യത്യാസമുണ്ട്. ഇത് MTയുടെ ആണോ, ഇത് OV വിജയൻ്റെ ആണോ എന്ന് നോക്കി
അവർ ഇത് മോശമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഉപബോധ മനസ്സിലൊക്കെ തോന്നിയിട്ട് ചിലപ്പോൾ നല്ലത് പറഞ്ഞേക്കും. കുട്ടികൾക്ക് ആ ഒരു യാതൊരു വിഷയവും ഇല്ല. കുട്ടികൾ നിഷ്കരണം വലിച്ചെറിയാൻ പറ്റും. അത് കാരണം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആ ലേഖനത്തിൽ ഗ്രന്ഥാലോകത്തിൽ എഴുതിയിട്ടുണ്ട്, കഥാകൃത്തുക്കളെ കൊന്നു തിന്നുന്ന കഥാബുക്കുകളാണ് എഴുത്തുകാരെ നിഷ്കരണം കൊന്ന് ഉപേക്ഷിച്ച് കളയുന്ന ആൾക്കാരാണ് കുട്ടികൾ. മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എഴുത്ത അതും നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രമകരമായ കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരു വികാര പ്രപഞ്ചത്തിൻ്റെ ചിന്തയുടെ ഒരംശമെങ്കിലും നമുക്ക് പകർത്താൻ പറ്റണ്ടേ. അപ്പം നമുക്കത് നമ്മുടെ ഉള്ളിൽ അതിന് തീവ്ര വിക്ഷോഭങ്ങളുണ്ടാവും. ഈ അഭിനയിക്കുന്ന ചില ആൾക്കാരെ പറ്റി പറയുന്നത് പോലെയാണ്, അവരുടെ മനസ്സിൽ ഭയങ്കര തീവ്രമായ അനുഭവങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് മുഖത്ത് വരണ്ടേ അഭിനയത്തിൽ എന്ന് പറഞ്ഞ പോലെ എഴുത്തിൽ. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ കഥാപാത്രത്തിൻ്റെ അനുരാഗമാകാം, വിദ്വേഷമാകാം, പകയോ എന്തും ആകട്ടെ, നവരസങ്ങളിൽ ഏതുമാവാം, തീവ്രമായിട്ട് അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് അക്ഷരങ്ങളിലേക്ക് വാർന്നു വീഴണ്ടേ കുറച്ചെങ്കിലും. അതിന് അത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പം പേടി നിറഞ്ഞൊരു കഥയെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. പേടി എന്ന് ഞാൻ അത് കൂടുതലായിട്ട് ഞാൻ അവകാശപ്പെടുന്നില്ല. അത് ആ കഥയുടെ പേര് ഒളിച്ചിരിക്കുന്ന വീട് എന്ന കഥയാണ്. അത് എനിക്കുണ്ടായൊരു പേടിയാണ്. ഒരു ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. വളരെ ചെറിയ ഒരു സംഭവം, ഒരാളോട് പറഞ്ഞാൽ അത് ഭീതി എനിക്കില്ല. പക്ഷെ ആ സ്വപ്നത്തിൽ ഞാൻ കണ്ട ആ ദൃശ്യം കണ്ട് വളരെ നെഞ്ചുടിപ്പോടെയാണ് അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഞാൻ ഉണർന്നത്. ആ കഥയിലൊരു പെരുമ്പാമ്പുണ്ടായിരുന്നു, പെരുമ്പാമ്പ് ഇഴയുന്ന മുറ്റം ഉണ്ടായിരുന്നു, രാത്രിയായിരുന്നു, പെരുമ്പാമ്പ് ഇഴയുമ്പോൾ മണലൊരയുന്ന ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് വല്ലാത്തൊരു ഭീതി ജനിപ്പിച്ചു. എനിക്ക് അദൃശ്യരായ ഒരു ദമ്പതിമാർ, ഒരു ഭാര്യയും ഭർത്താവും, അവർ ഇരുണ്ട രൂപങ്ങളായിട്ടാണ് ഞാൻ കണ്ടത്. ഒരു കൊച്ചു വീടുണ്ടായിരുന്നു അതിന് ചുറ്റും കാട് പിടിച്ച ഒരു പ്രദേശം ഉണ്ടായിരുന്നു. ചുറ്റും വീടുകളില്ലായിരുന്നു. ഈ ഭീതി, എൻ്റെ മനസ്സിൽ വന്ന ആ ഭീതിയെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, എനിക്ക് എഴുതണമെന്ന് തോന്നി ആ സംഭവം. പക്ഷേ ഇതിനെങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത, അതിനെ ഞാൻ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ശരിക്കും ആ കഥ, ഞാനൊരു കഥ പറയുക എന്നതിലുപരി പെയിൻറ് കൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു അനുഭവത്തെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. അത് ചിലരൊക്കെ അതിനകത്ത്, ഞാനിതിനെപ്പറ്റി ഇത് ഭീതിയുടെ എലമെൻ്റ് ആണോ എന്നൊന്നും ഞാൻ ഒരാളോടും പറയാൻ പോയില്ല. കാരണം ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. എഴുതിയിട്ട് അത് എങ്ങനെയുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു തീർച്ചയില്ലായിരുന്നു. പക്ഷെ ഞാൻ എഴുതിയ മറ്റു കഥകൾ പോലെ അല്ല എന്ന് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. അത് പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനി വാരികരായിരുന്നു. വായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതിനകത്തൊരു വായിച്ചിട്ട് ചെറിയൊരു പേടി തോന്നുന്നുണ്ടല്ലോ, എന്തോ ഒരു ഇത് തോന്നിട്ട്. അപ്പം എനിക്ക് തോന്നി ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു അംശമൊക്കെ ചെറുതായിട്ട് വായനക്കാരിലേക്ക് വരുന്നുണ്ടല്ലോ എന്ന് തോന്നി. അതാണ് ആ കഥയെ പറ്റിയുള്ള ഒരു അനുഭവം. ഇപ്പൊ ഭയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതായത് തൻ്റെ ഒരു പേടി സ്വപ്നമാണ് ഈ ഒരു കഥ എന്ന് പറഞ്ഞു. ഇതേപോലെ ഭയപ്പെടുത്തുന്ന വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പേടി ഇഷ്ടമുള്ള കാര്യമാണ്. പണ്ടോട്ടെ ഈ പ്രേത കഥകളൊക്കെ ധാരാളം കേട്ടു. പിന്നെ ജനിച്ചു വളർന്നത് ആ ഒരു കാലഘട്ടത്തിലാകുമ്പോൾ അന്ന് ഇതുപോലത്തെ വിശ്വാസങ്ങൾ, പ്രേതകഥകൾ ഒക്കെ ധാരാളം ഇഷ്ടപ്പെടുകയും അത് സത്യമാണെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒത്തിരി ആൾക്കാർ ഉള്ള ഒരു കാലത്താണ്. എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാൻ കോട്ടയത്ത് മറ്റൊരു പ്രസിദ്ധീകരണത്തിൻ്റെ ബിൽഡിങ്ങിനോട് ചേർന്നായിരുന്നു എൻ്റെ ഓഫീസ് റൂം. അപ്പോൾ അവരുടെ പ്രസിദ്ധീകരണം പ്രിൻ്റ് ചെയ്ത് വരുന്ന ദിവസം ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റാപ്പർ ഒട്ടിക്കുന്നതിന് വേണ്ടി ചില ദിവസം അവരുടെ കൂടെ ഞാനിങ്ങനെ കൂടും. സൗഹൃദമായിട്ട് ഒരു കട്ടൻ ചായ കുടിച്ച് രാത്രി വരെ ഇരുന്ന് പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അവർക്ക് തീർന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഇരിക്കും. അങ്ങനെ എത്ര ലേറ്റ് ആയാലും ഞാൻ അവിടെ നിന്ന് 10-20 കിലോമീറ്റർ ദൂരെയുള്ള എൻ്റെ വീട്ടിലേക്ക് സ്കൂട്ടർ ഓടിച്ച് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഒട്ടിക്കാണ്ടിരുന്ന് രാത്രി ഒരു 12 മണിയൊക്കെ ആയിക്കാണ്. ഞാൻ അതൊക്കെ വീട്ടിലേക്ക് പോകാനായിട്ട് സ്കൂട്ടറൊക്കെ എടുത്ത് ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ ചീഫ് എഡിറ്റർ എന്നോട് പറഞ്ഞു, ഇന്ന് പോകണം, ഇത്ര നേരമായില്ലേ, ഇനി നീ ഇവിടെ നിന്ന് കിടക്കും. ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ സ്കൂട്ടറും എടുത്ത് അവിടെ നിന്നുള്ള വഴിയെ കയറി ഒരു ജംഗ്ഷൻ പിന്നിട്ട്
ഒരു വളവിലേക്ക് തിരിയുക. പെട്ടെന്ന് കറണ്ട് അങ്ങ് പോയി. കറണ്ട് പോയ അതേ നിമിഷം എൻ്റെ ചങ്കത്ത് വന്ന് എന്തോ ഇടിച്ചു. അടുത്ത നിമിഷം കഷ്ടിച്ചൊരു 3 മീറ്റർ മുമ്പോട്ട് പോയി എൻ്റെ സ്കൂട്ടർ അങ്ങ് നിന്നു. ഓഫായിട്ടില്ല. എത്ര ആക്സിലേറ്റർ കൊടുത്തിട്ടും വണ്ടി നീങ്ങുന്നില്ല. ചുറ്റും കൂരിട്ട്, അതായത് ഇരുട്ടിൻ്റെ കടല് പോലെ ഇരുട്ട്. ഞാൻ നോക്കി എന്താണ് എൻ്റെ ചങ്കത്ത് വന്നിടിച്ചത്. ഇവിടെ എവിടെയെങ്കിലും തെങ്ങോ ഒരു കവുങ്ങോ എന്തെങ്കിലും ഉണ്ടോ എൻ്റെ ചങ്കത്ത് വന്ന്? അതെങ്കിലും, കാരണം വണ്ടിയുടെ വേഗതയും അതും കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചു. പക്ഷെ ഒന്നും നിലത്ത് വീണ ഒച്ച ഞാൻ കേട്ടില്ല. അന്നേരം പിന്നെ ഞാൻ ഓർത്തു, ആ നിമിഷം തന്നെ കറണ്ട് പോയത് എങ്ങനെയാണ്? ആ നിമിഷം തന്നെ വണ്ടി നിന്നു പോയത് എങ്ങനെയാണ്? എൻജിൻ ഓഫായിട്ടില്ല. എത്ര ആക്സിലേറ്റർ കൊടുത്തിട്ടും വണ്ടി മുമ്പോട്ട് നീങ്ങുന്നില്ല. ഭയങ്കര പേടി തോന്നി. ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള പ്രേത കഥകളൊക്കെ ഒന്നൊന്നായിട്ട് എൻ്റെ മനസ്സിലേക്ക് ആ നിമിഷം ഇങ്ങനെ കയറുന്നു. എന്തോ പെട്ടെന്ന് കറണ്ട് വന്നു. ഭയങ്കര ആശ്വാസം. ഞാൻ ചുറ്റും നോക്കി, ഒരു തേങ്ങയോ വെച്ചിങ്ങയോ എന്തെങ്കിലും വീണ് കിടപ്പുണ്ടോ? ഒന്നുമില്ല. അടുത്തൊരു മരമില്ല. ഒരു വളവ്, അപ്പുറേ ഒരു മതിൽ, ഇപ്പുറേ ഒരു കട, തുറന്നു കിടക്കുന്ന സ്ഥലം. കുറച്ച് മാറി തെരുവ് വിളക്ക് തെളിഞ്ഞു. അതാണ് എൻ്റെ ആശ്വാസം. വണ്ടി അരികിലേക്ക്, ഏതാണ്ട് വണ്ടി നടുക്കാണ് ഇരിക്കുന്നത്. തള്ളി മാറ്റാനായിട്ട് ഞാൻ ശ്രമിച്ചു. നീങ്ങുന്നില്ല. സൈഡ് സ്റ്റാൻഡ് വെച്ചു. എന്താ പറ്റിയെന്ന് അറിയണ്ടോ? പഞ്ചറായതാണോ? ഞാൻ അന്ന് ഈ പഴയ മൊബൈലാണ്, അതിങ്ങനെ തെളിച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പം മൽഗാഡിൻ്റെ അവിടെ നിന്ന് ചോരത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴും ഫ്രണ്ടിൽ. തമാശല്ല, കെട്ടുകഥയല്ല, അശ്വതി ശരിക്കും വിശ്വസിക്കണം. ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഞാൻ പതുക്കെ ഇരുന്നിട്ട് ഈ ടോർച്ച് ഇങ്ങനെ തെളിച്ചിട്ട് നോക്കിയപ്പോൾ ഈ മൽഗാഡിനടിയിൽ ഒരു വവ്വാലി ഞങ്ങിയിരിക്കുക. അത് പോയി, തട്ടിപ്പോയി. കറണ്ട് വന്നില്ലെങ്കിൽ ഞാൻ ആ വണ്ടി അവിടെ ഇട്ടിട്ട് ഓടി പഴയ സ്ഥലത്തേക്ക് തന്നെ പോയായിരുന്നു. പ്രേതത്തിൽ വിശ്വാസമില്ലാത്ത ഞാൻ വിശ്വസിച്ച് തുടങ്ങണമെന്നൊരു നിമിഷം ആലോചിച്ചു പോയി. പിന്നെ ആ വഴി കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു ഓർക്കാം. പിന്നെ എനിക്ക് ഭയങ്കര ധൈര്യമായി. പ്രേതം ഇല്ല എന്നൊക്കെ വിശ്വസിക്കാൻ നമുക്കൊരു, അല്ല, ഇങ്ങനെ പേടിച്ചാൽ ഇങ്ങനെയൊക്കെ ചില കാരണങ്ങളായിരിക്കാം. പ്രേതം ഇല്ല എന്നുള്ളതൊന്നും ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പേടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളായിരിക്കാം എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രേരണയായി അത്. അനുഭവങ്ങളാണോ അപ്പൊ എപ്പോഴും കഥയായി മാറുന്നത്? അനുഭവങ്ങൾ നമുക്ക് ഒരു ഇന്ധനമാണ്. അനുഭവങ്ങൾ, ഈ ലോകത്ത് അനുഭവങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? എല്ലാ ആൾക്കാർക്കും അനുഭവമുണ്ട്, ഒരു രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിൽ. പൊതുജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, പഠിക്കുന്നിടത്ത്, തൊഴിലിടങ്ങളിൽ എല്ലാം നമ്മൾ നിരന്തരം ഓരോ ആൾക്കാരെ കണ്ടുമുട്ടുന്നു. അവരുമായിട്ടുള്ള ഇടപെടലുകൾ, അനുഭവങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. തീവ്രമായ ജീവിത പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ എഴുതിയാലൊന്നും കഥയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അനുഭവം എഴുത്താവും. ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ജീവിതത്തിന് വേറൊരു മുഴക്കം നൽകുന്ന ഒരു സംഭവമായിട്ട് അതിലൊരു ആർട്ട് ചേർന്ന് അത് വേറെ രീതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴാണത് കഥയോ കവിതയോ നോവലോ ആകുന്നത്. അപ്പോൾ നല്ലൊരു എഴുത്തുകാരൻ എപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാനുള്ള ശ്രമമാണ് എപ്പോഴും ശ്രമിക്കുന്നതെന്ന് എൻ്റെ വിശ്വാസം. എഴുത്തുകാരനായതിനു ശേഷം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും നല്ലതും ഏറ്റവും മോശമായിട്ട്, അല്ലെങ്കിൽ കൺതുറപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള അനുഭവം ഏതെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എഴുത്തുകാരനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അയാളുടെ കഥ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് തൊട്ടാണല്ലോ അയാൾ, അല്ലെങ്കിൽ 4 ആൾ വായിച്ചു തുടങ്ങുമ്പോഴാണല്ലോ അയാൾ എഴുത്തുകാരനായി എന്ന് പറയുന്നത്. ഒരാൾ പാട്ടുകാരനായി എന്ന് പറയുന്നത് എപ്പോഴാണ്? അയാൾ പഠിച്ച് പാടി 4 ആൾ അറിഞ്ഞു തുടങ്ങിക്കഴിയുമ്പോഴാണ് പാടി. പക്ഷെ ശരിക്കും അയാൾ അങ്ങനെയാണോ? അയാളുടെ ഉള്ളിൽ എവിടെയോ ആ ഒരു ഇതുണ്ടായിരുന്നു. നമ്മളുടെ ഒരാളിനെ സംബന്ധിച്ച് അയാൾ എഴുത്തുകാരനായി അല്ലെങ്കിൽ അതിന് മുമ്പ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ വലിയ യുക്തിയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കത് മറക്കാൻ പറ്റുന്നതാണോ മറക്കാൻ പറ്റാത്തതാണോ എന്നറിയത്തില്ല. നമുക്കൊരു അടയാളം ഇടും നമ്മുടെ ജീവിതത്തിൽ. ഞാനെപ്പോഴും നല്ലതായിട്ടും മോശമായിട്ടും ഞാൻ കാണുന്നൊരു കാര്യം
എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഓരോ മനുഷ്യരും ഓരോ അനുഭവങ്ങളും കൊഴിഞ്ഞു പോകാത്തൊരു തൂവല് പോലെയോ മാറിപ്പോകാത്ത, അല്ലെങ്കിൽ എത്ര ഉരച്ചാലും മായ്ച്ചാലും മായാത്ത ഒരടയാളമായിട്ടോ കിടക്കാറുണ്ട് പലപ്പോഴും. ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ദിവസം കടന്നു വന്ന ഒരു മനുഷ്യനായിരിക്കാം, ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം, നമ്മൾ എപ്പോഴെങ്കിലും അനുഭവിച്ച ഏതെങ്കിലും ഒരു വൈകാരിക നിമിഷമായിരിക്കാം. ഇതൊക്കെ നമ്മളെ അടയാളപ്പെടുത്തുന്നുണ്ട്, നമ്മളാക്കി തീർക്കുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും, എൻ്റെ കാര്യത്തിലല്ല, എല്ലാ മനുഷ്യരിലും ഉണ്ട്. ചിലരത് ചിന്തിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ പ്രണയിച്ചയാൾ, നമ്മളെ പരിത്യജിച്ചയാൾ, നമ്മളെ ഒരു ദിവസമെങ്കിലും സന്തോഷിപ്പിച്ചയാൾ, നമ്മളെ ഒരു പരാജയത്തിൽ നമുക്കൊരു ഒരു ഒരു താങ്ങ് തന്ന ഒരാൾ, നമ്മുടെ കയ്യിൽ, നമ്മുടെ വിരലിൽ ഒന്ന് പിടിച്ചയാൾ, ഏറ്റവും നിർണായകമായൊരു നിമിഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കൈ നമ്മളെ പരിത്യജിച്ച നിമിഷം. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നിരന്തരം ഇതെല്ലാം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ ഏറ്റവും സന്തോഷത്തിൻ്റെയും തത്വം എന്ന് പറയുന്നതല്ല, ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവം. പക്ഷേ അതിനെപ്പറ്റിയുള്ളൊരു ബോധം എഴുതുന്ന ഒരാളിൽ ക്രമേണ തെളിഞ്ഞു വരും. അതിൻ്റെ അടയാളങ്ങളുടെ അവൻ്റെ എഴുത്തിൽ കടന്നു വന്നു കഴിയുമ്പോഴാണത് നല്ലൊരു രചനയായി മാറുന്നതെന്നാണ്. ചിലപ്പോൾ അത് വ്യക്തി എന്ന നിലയിൽക്കപ്പുറം ഒരു ദേശത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ എന്നൊക്കെ നിലയിലേക്ക് വരുമ്പോഴത്തേക്കും ആ എഴുത്തിന് വേറൊരു മാനം വരും. ഈ ആനന്ദിൻ്റെയൊക്കെ കൃതികളിലും ഒക്കെ വരുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം എന്നതിനപ്പുറം ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തെ, മനുഷ്യൻ്റെ ജീവിതത്തെ, ലോകത്തിൻ്റെ ജീവിതത്തെ, ദുഃഖത്തെ ഒക്കെ കാണാൻ പ്രാപ്തി നേടുന്നതാണ്. ചില എഴുത്തുകാർക്ക് ലോകത്തിൻ്റെ ദുഃഖം സ്വന്തം ദുഃഖവും, സ്വന്തം ദുഃഖം ലോകത്തിൻ്റെ ദുഃഖവുമായി കാണും. ഇതൊന്നും തെറ്റില്ല, എല്ലാം അനുഭവ പ്രപഞ്ചം തന്നെ. ഇപ്പോൾ പല പല കാര്യങ്ങൾ കടന്നു വരുന്ന ഇത് പറഞ്ഞു. സാറിൻ്റെ കഥകളിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, വ്യക്തികളുടെ കാര്യം പറയുകയാണെങ്കിൽ, പൊന്തയിൽ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സിനോടുള്ള ഒരു എഴുത്തിലൂടെ എങ്ങനെയാണത് സാറ് കാണിക്കുന്നത്, ആവിഷ്കരിക്കുന്നത്? അതിൽ ഈ ഫീമെയിൽ ക്യാരക്ടറിന് നമ്മൾ പ്രത്യേകിച്ച് ശക്തി കൊടുക്കുന്നതല്ല. ലോകത്ത് ഏറ്റവും സവിശേഷതയുള്ളൊരു ജീവിവർഗമാണ് സ്ത്രീകൾ എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം ഏറ്റവും ദുർബലരെന്ന് എല്ലാവരും പറയും, പക്ഷെ ഏറ്റവും പവർഫുൾ അവരാ, ഏറ്റവും നന്ദിയുള്ളവരവരാ, ഏറ്റവും പകയുള്ളവരവരാ, ഏറ്റവും നിർദ്ദയരവരാണ്, ഏറ്റവും അഭയം നൽകുന്നവരവരാണ്. ഇങ്ങനെ സുപ്രീം എന്ന് പറയാവുന്ന ഒരു ശേഷി, ഇതെൻ്റെ ആത്യന്തിക നിർവചനമൊന്നുമല്ല കേട്ടോ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്ത്രീ ലോകത്തെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ പരിമിതമായ ലോകപരിചയം വെച്ചിട്ട് പറയുന്ന ഒരു നിരീക്ഷണം മാത്രമായത്. അതിൻ്റെ ഒപ്പം ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട് എവിടെയോ, ഞാൻ ഈ കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ലേഖനങ്ങളും കഥകളൊക്കെ എഴുതുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിച്ച് പോകുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ വായിച്ചൊരു സംഭവം, ലോകത്തെ ഏറ്റവും അപകടകരമായ സംഗതികൾ രണ്ടാണ്. ഏറ്റവും ക്രൂരത ചെയ്യാൻ മടിക്കാത്ത രണ്ട് കക്ഷികളാണുള്ളത്. ഒന്ന് സ്ത്രീകൾ, രണ്ട് കുട്ടികൾ. ഏറ്റവും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഭീകരമായ കൃത്യങ്ങൾ നിർവഹിക്കാൻ ഈ രണ്ടു പേർക്കും സാധിക്കുന്നതാണ്. ഒന്ന് കുട്ടികളാണ്, അതാ ആലോചിക്കണം. കാരണം ഇത് ഈ നിഷ്കളങ്കതയും ക്രൂരതയും സമാസമം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. സ്ത്രീകളുടെ നിഷ്കളങ്കതയായിരിക്കും അതിന് പ്രേരിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതേപോലെ തന്നെ അതിജീവനത്തിൻ്റെ ഒരു ശേഷിയും സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ വളരെ ശക്തമായിട്ടുണ്ട്. ഇപ്പം ഒരിക്കൽ ഹരീഷുമായിട്ട് സംസാരിച്ചപ്പം എൻ്റെ അതേ ഒരു അഭിപ്രായം തന്നെ ഹരീഷ് പറയുണ്ടായി. ഒരു ഭർത്താവ് മരിച്ചാൽ, ഒരു ഭാര്യ മരിച്ചാൽ ഭർത്താവ് ചെയ്യുന്ന രീതിയിലല്ല ഒരു ഭാര്യ മരിച്ചാൽ ഭർത്താവ്, രണ്ടുപേരുടെയും. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് പിറ്റേ ദിവസം തൊട്ട് ബാറിൽ പോയി അടിച്ച് കൊണ്ടിട്ട് വഴി കിടക്കുകയോ, ജീവിതം ആകപ്പാടെ താറുമാറായി പോവുക, പണി ഉപേക്ഷിക്കുക, അങ്ങനെ പോകുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. പിറ്റേ 4 ദിവസത്തിന് ശേഷം വേറെ കല്യാണം കഴിച്ച കക്ഷികളുണ്ട്, അത് വേറെ എൻ്റെ പരിചയത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ പൊതുവിൽ ഞാൻ പറയുന്നത്, എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർ 4ാമത്തെ ദിവസം സ്കൂട്ടർ എടുത്ത് പച്ചക്കറി മേടിക്കാൻ പോകും. കുട്ടികളെ സ്കൂളിൽ ഒരുക്കി വിടും. അവർ കുറെ കൂടെ പ്രാക്ടിക്കലാണ്. ജീവിതത്തെ ശക്തമായിട്ട് നേരിടാൻ അനുഭവങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്ന ഒരു പരമ്പരാഗത ശക്തിയുണ്ട്.
ആണുങ്ങൾക്കത് ആർജിച്ചു വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പെൻലോകമുണ്ട്, ഇങ്ങനെ അതിജീവിച്ചതിൻ്റെയും നേരിട്ടതിൻ്റെയും. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ കഥയിൽ വരുമ്പോഴത്തേക്കും അവരെ ഇങ്ങനെ നമ്മൾ കരയേണ്ട ആൾക്കാരായിട്ടല്ല കാണുന്നത്. സാറിൻ്റെ കഥകളിലൂടെയാണല്ലോ. അപ്പോൾ അതായത് ഇങ്ങനെ കഥകൾ എഴുതുമ്പോഴേക്കും ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ജീവിതത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത അങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത്? പറയാൻ പറ്റാത്ത ആൾക്കാരാണ്. സീക്രട്ട് ആണോ? സീക്രട്ടായിട്ട് ഉണ്ടല്ലോ. അതിപ്പം ഞാൻ ഈ എൻ മോഹനൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനായിട്ട് എനിക്ക് വളരെ ഒരു അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകത, അദ്ദേഹത്തെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. കത്തുകളിലൂടെ ഉള്ളൊരു ബന്ധമാണ്. ഞാൻ അദ്ദേഹവുമായിട്ടുള്ളൊരു ബന്ധത്തെ പറ്റി അദ്ദേഹം എനിക്ക് എഴുതിയ കുറേ കത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലെ ചില വാചകങ്ങളൊക്കെ വെച്ച് ഒരു ലേഖന മാധ്യമം വാരികയിൽ എഴുതിയുണ്ടായിരുന്നു. അദ്ദേഹത്തോട് മനോരമയിലെ എഡിറ്റർ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച സ്ത്രീയെ പറ്റി ഒരു ലേഖനം, ഒരു അനുഭവക്കുറിപ്പ് എഴുതാനായിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹം മനോരമ സൺഡേയിൽ ചില ലേഖനങ്ങളിൽ തുടർച്ചയായിട്ടൊരു കഥ എഴുതി. കഥയല്ല, ജീവിതാനുഭവം എഴുതി. അത് പിൽക്കാലത്തത് ഒരിക്കൽ എന്ന പേരിൽ നോവൽ എന്ന രീതിയിൽ അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ആമുഖക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു സ്ത്രീയെപ്പറ്റി ചോദിച്ചാൽ അമ്മയെപ്പറ്റി എഴുതാം. അദ്ദേഹത്തിന് ഏറ്റവും സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് അഭിമാനപൂർവ്വം പറയാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പറ്റി. കാരണം മലയാളം എക്കാലത്തും അമ്മ എന്ന് വിളിച്ച് ആരാധിക്കുന്ന ഏറ്റവും പ്രശസ്തിയായ എഴുത്തുകാരി ലളിതാംബിക അന്തർജനമാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. അപ്പോൾ അമ്മയെപ്പറ്റി പറയുന്നതാണ് ഏറ്റവും ശക്തിയുള്ളതും ഏറ്റവും അഭിമാനമായിട്ട് പറയാം. പിന്നെ കുടുംബജീവിതം സ്വസ്ഥമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭാര്യയാണ് എന്നെ സ്വാധീനിച്ച സ്ത്രീ എന്ന് പറയുന്നത്. ഇത് രണ്ടും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം വിവാഹത്തിന് മുമ്പ് പ്രണയിച്ച് വിശുദ്ധമായി കൊണ്ടു നടന്ന ഒരു പ്രണയത്തിൻ്റെ ജീവിതാനുഭവമാണ് ധൈര്യമായിട്ട് എഴുതിയത്. നമുക്ക് എല്ലാ വ്യക്തികൾക്കും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റണമെന്നില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിച്ചവരുണ്ടാവാം, നമ്മളുടെ കൂടെ കുറച്ച് നാളെങ്കിലും ഉണ്ടായിരുന്നവരുണ്ടാവാം, നമ്മളെ പകയോടെ കണ്ട ചില വ്യക്തികളുണ്ടാവാം. സ്നേഹിച്ചവർ മാത്രമായിരിക്കില്ലല്ലോ നമ്മളെ സ്വാധീനിച്ചത്. നമ്മളെ മറ്റൊരു രീതിയിൽ നിരീക്ഷിച്ചവർ, മറ്റു ജീവിതാനുഭവങ്ങൾ പകർന്നവർ, അങ്ങനെ പലരുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളല്ല. അതായത് ഒരുപാട് കാമുകിമാരുണ്ടായിരുന്നല്ല, തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തിൽ ഇപ്പം ഒരു സ്ത്രീ അമ്മയാണെങ്കിൽ, ഒരു സ്ത്രീ ഭാര്യയാണെങ്കിൽ, അങ്ങനെ നമ്മളെ ശക്തമായിട്ട് സ്വാധീനിച്ച ഒന്നിലേറെ വ്യക്തികളുണ്ട്. ചിലരെ പറ്റി പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരാളെ പറ്റിയും പറയുന്നില്ല. നമ്മൾ പൊന്തേനെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണമായിരുന്നു പരിഹാസസ്തുതികളിലെ മെറ്റിൽഡേനെ എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നതും എങ്ങനെയാണ് ആ ഒരു കഥ പോകുന്നതും? സാറിൻ്റെ ഒരു അനുഭവങ്ങളിലൂടെ തന്നെ കണ്ടുമുട്ടിയ ഒരു കഥാപാത്രമാണോ? മെറ്റിൽഡയെ പോലൊരാളിൽ എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പല സുഹൃത്തുക്കളുടെയും ലൈഫിലൂടെയും ഒക്കെ കടന്നു വന്നിട്ടുള്ള ചില സ്ത്രീകളുടെയൊക്കെ ഒരു നിഴലുണ്ടാവും അതിനകത്ത്. അതിലപ്പുറം മെറ്റിൽഡ അതിനകത്ത് ശക്തമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് അപ്പി എന്നൊരു കഥാപാത്രമുണ്ട്. കഥയിൽ ഒരിക്കലും പ്രത്യക്ഷത്തിൽ അപ്പി വരുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി പറയുമ്പോൾ, ഇപ്പം മെറ്റിൽഡയെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ പോലും നാട്ടിലുള്ള ചില കഥാപാത്രങ്ങൾക്കുമായിട്ട് അതിന് വലിയ വിദൂര ബന്ധമുണ്ട്. ഈ അപ്പിക്കുള്ളൊരു പ്രത്യേകത, അദ്ദേഹം ഈ കുളിക്കടവിൽ പോയിരുന്ന് ചില ദൃശ്യങ്ങൾ കാണുന്നൊരു കഥാപാത്രമാണ് കഥയിൽ. അദ്ദേഹത്തിൻ്റെ മരണം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഭംഗിയുള്ള ഒരു നീരാട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആറ്റുകടവിൽ പിടിച്ചു പുള്ളി തൂങ്ങി നിന്നിരുന്ന പാണൊരു പുള്ളിയെ ചതിച്ചു.
അതിൻ്റെ ചുവട് പറഞ്ഞു പോയി പുള്ളി തലയിടിച്ചൊരു കല്ലിൽ വീണ് മരിക്കുകയാണ് ഈ കഥാപാത്രം. ഈ കഥാപാത്രത്തിലേക്ക് വന്നത് ഞാൻ കേട്ടിട്ടുള്ള നാട്ടിലെ ഒരു കഥയിൽ നിന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യനെ പറ്റി ഞങ്ങളുടെ തലമുറയിലുള്ള ആൾക്കാർ രസകരമായിട്ട് പാണൽ ആക്സിഡൻറ്റ് എന്ന് പറയായിരുന്നു. അപ്പം എനിക്ക് എന്താണ് ഈ സംഭവം എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ മുതിർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സ്വകാര്യമായിട്ട് ചെറിയ ആൾക്കാർ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അത്യാഹിതം പറ്റിയതാണ്, ദൈവം പുള്ളിയെ ചതിച്ചു, പുള്ളിയെ ഒരു നിർണായക നിമിഷത്തിൽ പാണൽ വേര് പറിച്ച് താഴേക്ക് ഇട്ടു, അങ്ങനെ മരിച്ചില്ല എന്ന് പറഞ്ഞു. എൻ്റെ കഥയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇയാളുടെ പേരും സംഭവമെല്ലാം മാറി. ശരിക്കും ഈ കഥാപാത്രത്തിൻ്റെ ലൈഫൊന്നുമല്ല, നമ്മുടെ ചിന്തയിലുള്ള ചില സംഭവങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള ചില കഥാപാത്രങ്ങൾ, ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് കയറി വന്നു. ഈ മെറ്റിൽഡ എന്ന് പറയുന്ന കഥാപാത്രവും ഇതുപോലെ തന്നെ വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന, ജീവിതത്തെ സ്വതന്ത്രമായിട്ട് ആഘോഷിക്കുന്ന ചില ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഒരിക്കൽ ഈ കഥയിൽ മെറ്റിൽഡയോട് അപ്പി പഠിക്കുന്ന കാലത്ത് ഇവർ ഒരുമിച്ച് പഠിച്ചതാണ്, അവളെ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്ന് ഒരു നാടൻ പെൺകുട്ടിയായിട്ട് ഇവനെ മുഖത്ത് തുപ്പി ഓടിച്ചതിൻ്റെ പശ്ചാത്താപം ഈ മെറ്റിൽഡ പിന്നീട് കഥയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിൽ എങ്ങനെ വേണമെങ്കിലും മനുഷ്യന് മാറാം, മനുഷ്യൻ്റെ ചിന്ത എങ്ങനെയാണെന്ന് പോകുന്നതെന്ന് പച്ചയായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നിർവചിക്കാൻ പറ്റത്തില്ല. നമ്മൾ ലോകത്തെ സംസ്കാരമായിട്ട് നമ്മൾ വളരെ സഭ്യമായിട്ടും ഒക്കെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, അതായത് ഞാൻ എഴുതുന്ന ഒരു കഥയിൽ വായിച്ചിട്ടുണ്ട്, അതിൽ വീടടച്ചു കഴിഞ്ഞാൽ പൂർണ്ണ നഗ്നനായിട്ട് ആ വീട്ടിനകത്ത് ജീവിക്കും. പുറം ലോകത്ത് അങ്ങനെ ജീവിക്കണം എന്നുള്ള അയാളുടെ സ്വതന്ത്രമായ ഒരു വന്യമായ ഒരു മൃഗീയമായ മോഹമാണ് എന്ന് പറഞ്ഞ പോലെ ഈ പല പ്രദർശിപ്പിക്കാനാവാത്ത പല മോഹങ്ങളും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടും. ഈ മെറ്റിൽഡയുടെയും ഈ അപ്പിയുടെ അച്ഛനായിട്ട് വരുന്ന കഥാപാത്രത്തിൻ്റെ എല്ലാം ലൈഫിൽ ഒരിക്കലും പൂർത്തീകരിക്കപ്പെടാത്ത മോഹങ്ങൾ, അല്ലെങ്കിൽ അതിനെ ഏറ്റവും വന്യമായി പ്രദർശിപ്പിച്ച അവരുടെ ഒരു കാലഘട്ടം, ഇതൊക്കെ അതിനകത്ത് പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും ഒരു പരിഹാരമില്ല. ആ പരിഹാരത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുന്നതുകൊണ്ടാണ് കഥയ്ക്ക് ഒരു പരിഹാരസ്തുതി എന്നൊക്കെ പേരൊക്കെ കൊടുത്തത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ പറയുക, സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. സ്ത്രീ കഥാപാത്രങ്ങൾ, ഭയം, സ്നേഹം എന്നിങ്ങനെയുള്ളതൊക്കെ വായനക്കാരി എന്നൊരു രീതിയിൽ എനിക്കത് കിട്ടുന്നുണ്ട്. ഇതിൽ ഒരു കഥയിൽ, അതായത് ഇപ്പോൾ മുയൽക്കുരുതി, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നി. എങ്ങനെയാണ് കഥകളിലേക്ക് ഈ രാഷ്ട്രീയം അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ അതുണ്ടോ? അത് ഞങ്ങൾ ആസ്വാദകർ കണ്ടുപിടിക്കാനായിട്ടാണോ അതിങ്ങനെ തൊടുന്നത്? അല്ല, അത് ഞാൻ രാഷ്ട്രീയ കഥകൾ അത് എഴുതാൻ അങ്ങനെ ബോധപൂർവം രാഷ്ട്രീയം വരുത്താൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവും. മനുഷ്യ ജീവിതവും എല്ലാത്തിനകത്തും രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത്. നമ്മളിപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് പേര് പറഞ്ഞാലും അവിടെ ഒരു ജാതിയുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ മതത്തിൻ്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവും, ബലം പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ഇതിനകത്ത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഈ മുയൽക്കുരുതി എന്ന കഥ, എനിക്ക് ആപ്പാടെ 2 കഥയിലേ ഉള്ളൂ രാഷ്ട്രീയത്തിൻ്റെ ഒരു അങ്ങനെ പ്രത്യക്ഷത്തിൽ വരുന്ന അംശമുള്ളൂ. മുയൽക്കുരുതിയും നിലവിളക്ക് വിപ്ലവം. മുയൽക്കുരുതി എഴുതി അങ്ങനെ ആയ കഥയാണ്. ഒരിക്കലും ആ കഥ എഴുതുമ്പം ഇങ്ങനൊരു കഥ എഴുതണമെന്നില്ല. ചില കഥകൾ എഴുതുമ്പോൾ നമുക്ക് ഒരു പ്ലാനും ഇല്ലാതെ ആദ്യത്തെ സെൻറ്റൻസ് എഴുതി അടുത്ത സെൻറ്റൻസ് എഴുതി പൂർത്തീകരിച്ച് ഒരു എഡിറ്റിങ്ങിലൂടെ കഥയുണ്ട്. അത് 10-28 വർഷം മുമ്പ്, ഏതാണ്ട് 2000-ന് മുമ്പ് എഴുതിയ കഥയാണ്. 2000 അടുപ്പിച്ചാണ് മാതൃഭൂമി ആഴ്ചപ്പതിൽ അന്ന് അത് പ്രസിദ്ധീകരിച്ചു വന്നത്. നിലവിളക്ക് വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതൊരു രസകരമായ സംഭവത്തിൽ നിന്ന് തുടങ്ങി കഥ എഴുതി വരുമ്പോൾ ചില കഥാപാത്രങ്ങൾ കയറി വരും. നമ്മൾ വിചാരിക്കാതെ നമ്മുടെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് വാതിലും മുട്ടുന്ന പോലെ കഥാപാത്രങ്ങൾ കയറി വരും. അങ്ങനെയാണ് ആ കഥയിലെ പല കഥാപാത്രം വന്നത്. ആ കഥയുടെ തുടക്കം ശരിക്കും പറഞ്ഞാൽ പറയാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ, വളരെ അടുത്ത കൂട്ടുകാരൻ്റെ
ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ള ഒരു സംഭവമാണ്. അവൻ എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അവൻ്റെ ഭാര്യ, അമ്മ ഇതൊക്കെ അടങ്ങുന്ന വളരെ അസന്തുഷ്ടിയെല്ലാം നിറഞ്ഞ ഒരു കുടുംബ ജീവിതം. അപ്പോൾ അമ്മ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു അമ്മ. മെൻസസ് പീരീഡിലൊക്കെ സ്ത്രീകൾക്ക്, യുവതിക്ക് വിളക്ക് കൊളുത്തി ആ ഭാഗത്തു കൂടെ പോലും പ്രവേശിക്കാൻ അനുമതി കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ കുടുംബത്തിനുണ്ടാകുമ്പോൾ പ്രകോപിതനായ ഭർത്താവ് നിലവിളക്കെടുത്ത് കിണറ്റിലെറിഞ്ഞ ഒരു സംഭവം. ഇത് ഒരു നിലവിളക്ക് ഒപ്പിളോ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവനെ തമാശന് പറയാറുണ്ട് അവനോട്. ഈ വാക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ കിടന്നു. ആ വാക്കിൽ നിന്ന് പതുക്കെ രൂപപ്പെട്ട് വന്നപ്പോൾ അത് ഒരു ഇടതുപക്ഷ സംഘപരിവാർ സൗഹൃദത്തിൻ്റെ, അതായത് രാഷ്ട്രീയ സൗഹൃദത്തിൻ്റെ അല്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് രാഷ്ട്രീയമോ രണ്ട് മതമോ അല്ലെങ്കിൽ രണ്ട് ലിംഗമോ സ്ത്രീ പുരുഷ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ശക്തമായി സൗഹൃദം പങ്കിടാൻ പറ്റില്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരാളൊരു സംഘപരിവാറുകാരനായതുകൊണ്ട്, ഇടതുപക്ഷക്കാരനായതുകൊണ്ട്, അല്ലെങ്കിൽ വേറൊരു ജാതിയിൽപ്പെട്ടവനായതുകൊണ്ട് സുഹൃത്താകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ലോകം എത്ര ഭയങ്കര. അപ്പം ഞാൻ അങ്ങനൊരു രണ്ട് വ്യക്തികൾ എങ്ങനെ ആത്മബന്ധം ഉണ്ടായാൽ എങ്ങനെയിരിക്കും എന്ന് ആ കഥയിൽ അറിയാതെ ചിന്തിച്ചു പോയി. എനിക്കറിയാവുന്ന സുഹൃത്തുക്കളുണ്ട്, എനിക്ക് അങ്ങനത്തെ നല്ല തീവ്ര സൗഹൃദം പുലർത്തുന്ന വ്യക്തികളുണ്ട്. അത് ഇതേ രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് സുഹൃത്തുക്കളാകാത്തവരുമുണ്ട്. അപ്പം ഈ ഒരു വിഷയം അറിയാത്ത കഥയിലേക്ക് കടന്നു വന്നതാ. അത് ഇന്നത്തെ വിഷയമാണ് ശരിക്കും. അത് ഇന്ന് അങ്ങനൊരു ചിന്ത വെച്ച് പുലർത്താൻ പോലും ആൾക്കാർക്ക് ഇഷ്ടമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വിഭാഗം ഇത് ഞാൻ യോജിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ സാറ് പറഞ്ഞു വരുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും രാഷ്ട്രീയം കലരും എന്ന രീതിയിലല്ലേ. നമ്മുടെ സൗഹൃദത്തില് നമ്മുടെ സുഹൃത്തുക്കളുടെ ജാതിയോ മതമോ ലിംഗമോ ഒന്നും നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ രാഷ്ട്രീയം അറിഞ്ഞ് സുഹൃത്തിനെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയം അറിഞ്ഞ് സുഹൃത്തിനെ തെരഞ്ഞെടുക്കുകയോ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നത്? ഇപ്പം ഇതിനകത്ത് തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയവും ചിന്തയും നിലപാടും എല്ലാം ഉള്ള രണ്ടുപേര് അതേപോലെ സുഹൃത്തുക്കളാകുകയും ഏറ്റവും നിർണായക നിമിഷത്തിൽ അങ്ങനെ ഒരാളിനെ വിളിച്ചു വരുത്തുകയും അല്ലെങ്കിൽ സഹായത്തിന് എത്തുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു മാനുഷിക ജീവിതമുണ്ടല്ലോ, അതെല്ലാം കൂടെ ചേർന്ന് പോകുന്ന ഒരു സംഭവമായിട്ട് അത് രൂപപ്പെട്ടു വന്നതാണ്. രാഷ്ട്രീയം പറയാൻ വേണ്ടി ചെയ്തതല്ല. അത് എനിക്കറിയാവുന്ന ഒരു രസകരമായൊരു സംഭവമുണ്ട്. കണ്ണൂരുള്ള ഒരു നമ്പൂരി ഞങ്ങളുടെ നാട്ടിലെ ഞാൻ അന്നേരം ജീവിച്ച പരിസരത്തുള്ള ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് വന്നു. ഇതൊക്കെ നല്ല ആർട്ടിസ്റ്റാണ്. അപ്പം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ശാന്തിപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് വളരെ ഫ്രീ ആണെങ്കിൽ പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് കുറച്ച് നേരം എൻ്റെ വീട്ടിൽ വന്നിരുന്ന് വർത്താനൊക്കെ പറയും, ബുക്കൊക്കെ മറിച്ച് നോക്കി നേരം ബുക്കൊക്കെ പറഞ്ഞ് പോകുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഒരു രസകരമായ കഥ പറഞ്ഞു. അതാണ് ഈ കഥയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് മ്യൂറൽ ആർട്ട് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. നന്നായിട്ട് വരയും. അപ്പം ഇതിനു വേണ്ടി അദ്ദേഹം ഒരു ചിത്രകലാ സ്ഥാപനത്തിൽ ചേർന്നു. അപ്പം ഈ നമ്മുടെ ശാന്തിക്കാരൻ തീവ്ര ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. പ്രത്യേകിച്ച് കണ്ണൂരാണ് സ്വദേശനാകുന്നത്. കണ്ണൂർ ഇടതുപക്ഷത്തെ പറ്റിയും അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല. അവർ പൂർണ്ണമായും അതായത് അവരുടെ സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ അതിനകത്തായിരിക്കും. ഈകൾ ചെന്ന് പഠിക്കാൻ ചേർന്ന സ്ഥാപന നടത്തിപ്പുകാരനും അവിടുത്തെ ആർട്ടിസ്റ്റും ഒരു സംഘപരിവാറുകാരനും, പൂർണ്ണമായ സംഘപരിവാർ. ഇവർ തമ്മിൽ ഭയങ്കര ആത്മബന്ധം ഉണ്ടാകും. ഒരു ദിവസം ഈ വേറെ രസം, ഈ സംഘപരിവാർ അധ്യാപകന്, ഈ ചിത്രകാരന് ചെറിയ മാനസിക പ്രശ്നമുണ്ട്. ഒരു ദിവസം അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞ് ഒരു രാത്രി എൻ്റെ ശാന്തിക്കാരൻ സുഹൃത്തിന് ഒരു ഫോൺ വരുന്നു. ഇത് ബൈക്ക് എടുത്ത് 10-30 കിലോമീറ്റർ ഓടിച്ച്, അപ്പം മഴ പെയ്തു തുടങ്ങിയെന്നാണ് എന്നോട് പറഞ്ഞത്. ഭയങ്കര മഴ. ഈ മഴയത്ത് ഈ സംഘപരിവാർ ഗുരുവിൻ്റെ, ഈ ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ ഇദ്ദേഹം എത്തി. ചെന്നപ്പോൾ ഇങ്ങനെ അക്ഷമനായിട്ട് നോക്കിയിരിക്കുകയാണ് ഗുരു. എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ
ഒരു കുടയും എടുക്കാതെ ഒരു കോട്ടും ഇടാതെ ഹെൽമെറ്റും എടുക്കാതെ, അന്ന് ഹെൽമെറ്റ് ഒന്നും നിർബന്ധമല്ലെന്ന് തോന്നുന്നു, നേരെ വന്ന് ഈ ബൈക്കിൻ്റെ പുറകെ കയറി വിട്ടോ എന്ന് പറഞ്ഞു. എങ്ങോട്ടൊന്നും പറയുന്നില്ല. എങ്ങോട്ടെന്ന് ചോദിച്ചു, വിട്ടോ, വണ്ടി വിട്ടോളാൻ പറഞ്ഞു. എൻ്റെ സുഹൃത്ത്, നമ്മുടെ ശാന്തിക്കാരൻ, ശിഷ്യനായ ആർട്ടിസ്റ്റ് വണ്ടി ഓടിക്കുന്നു, ഗുരു ഒന്നും മിണ്ടാതെ പുറകോട്ടിരിക്കുന്നു. ഇടയ്ക്ക് തിരിഞ്ഞു വെക്കുമ്പോൾ വണ്ടി വിട്ടോളാൻ പറഞ്ഞു. വണ്ടി ഇങ്ങനെ പോയി. എനിക്ക് പരിചയമില്ലാത്ത ഭൂമികയാണ്. ചെന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പലരെയും അടക്കിയിട്ടുള്ള ഒരു സ്ഥലത്താണ്. പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി. ഭയങ്കര മഴ. വണ്ടി നിർത്താൻ പറഞ്ഞു. അവിടെ ചെന്നപ്പം ഇങ്ങനെ കൈ കാണിച്ച് അവിടെ എത്തിയതാ. വണ്ടി നിർത്തി. ഒന്നും പറയാതെ ഈ പുറയിലിരുന്ന സംഘപരിവാർ ഓട്ടിപ്പോയിട്ട് ആ ഭാഗത്തേക്ക് അദൃശ്യനായി. ഇരുട്ടി. പിന്നീട് ആ മഴയത്ത് ഇങ്ങനെ ഉയർന്നു കേൾക്കായിരുന്നു, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടി വന്നാൽ തിരിച്ച് വണ്ടിയുടെ പുറകെ കയറുന്നു. പോട്ടെ, തിരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നു. അന്നത്തേക്ക് മഴയൊക്കെ അടങ്ങി. രണ്ടുപേരും നനഞ്ഞു കുളിച്ച് വീട്ടിൽ ചേരുന്നു. ഇതിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ശരി, ഒരു ടാങ്ക്സ് പോലും ഇല്ല. നേരെ വണ്ടിക്ക് അകത്തേക്ക് കയറി. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പം ഈ ഒരു സംഭവം നടന്ന ചിന്തയേ ഇല്ല. നിന്നെ കണ്ടിട്ട് 2 ദിവസം ആയല്ലോ എന്ന് ശിഷ്യനോട് ഈ ഗുരു ചോദിച്ചു. ഈ സംഭവം രസകരമായിട്ട് എന്നോട് പറഞ്ഞു. ഇതാണ് എനിക്ക് നിലവിളക്ക് വിപ്ലവം എന്ന കഥയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ഇങ്ങനെ നമുക്ക് വിചിത്രമായ അനുഭവങ്ങൾ ഇങ്ങനെ വരും. അതിനെ നമ്മൾ വേറെ രീതിയിലേക്ക് വന്നാൽ മതി.